ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കുന്ന വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ തംബ്ലൈൻ കണ്ടപ്പോഴേ. യെസ്, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുന്നു. ഈ സന്തോഷത്തിന് കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ ഓരോരുത്തരുമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു ഓൾ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ അതിൽ മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ വളരെ ടാസ്ക്കാണ്. എനിക്കും ടാസ്ക് തന്നെയായിരുന്നു. ഒരു മോണിറ്റൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 വാച്ചിങ് അവേഴ്സ് ലോങ് വീഡിയോയ്ക്ക്. ഷോർട്സിനാണെങ്കിൽ ഇതേ സമയം 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 10 മില്യൺ പബ്ലിക് ഷോർട്ട് വ്യൂസ്. ഇത് കംപ്ലീറ്റ് ആവണം. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മാത്രമേ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. എനിക്കിത് വളരെ ടാസ്ക്കായിരുന്നു. പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് എനിക്കൊരു 1 വീക്ക് കൊണ്ട് ആ ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും മാർച്ച് 3, 2025 മാർച്ച് 3 ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത്. ഒരു നൈറ്റ് 9:30 ആയപ്പോഴാണ് ഞാൻ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം തന്നെ എനിക്കൊരു 300 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് അന്ന് തന്നെ എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഒരു 1 വീക്ക് കൊണ്ട് എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 4000 വാച്ചിങ് അവേഴ്സ് എത്തിക്കുക ഭയങ്കര ടാസ്ക്കായിരുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ഷോർട്സിലായിരുന്നു. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, ചുമ്മാ അങ്ങ് വീഡിയോ ഇടുക, എല്ലാത്തിനും ക്യാഷ് കിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് തന്നെ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞും ഞാൻ കുറേ മറ്റ് യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ ഞാൻ കാണും. എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, മോണിറ്റൈസേഷൻ്റെ ആ ക്രൈറ്റീരിയ ഒക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ നോക്കി. അപ്പോൾ കുറേ പേരുടെ മോണിറ്റൈസേഷൻ ആയ വീഡിയോ, ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും, നമ്മൾ എന്നാ ചാച്ചാ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നൊരു വാക്കെന്ന് വെച്ചാൽ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടടി, നമുക്ക് നോക്കാം, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാം, അതിൻ്റെ പ്രോഫിറ്റ് എന്നെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചോ എന്ന് നീ പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇത്ര പെട്ടെന്ന് അതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്ന ഇതിനുള്ള പ്രധാന കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ ഓരോരുത്തരും മറ്റ് വ്യൂസ് കൂട്ടാൻ. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നത്, മറ്റുള്ള വ്യക്തികളും കൂടെയാണ് കാണുന്നത്. എല്ലാവർക്കും ഒരു വട്ടവും കൂടെ ഞാൻ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. എന്നെ കണക്ക് ബിഗിനറായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. അതായത് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക, എന്നെങ്കിലും അതിനൊരു ഫലം നമുക്ക് ദൈവം തരും എന്നുള്ളതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മാക്സിമം എഫേർട്ട് അതിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ഞാൻ ഭയങ്കര മടിച്ച് നിന്നതാണ്. കാരണം ഞാൻ പബ്ലിക്കിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനുള്ള ആളാണ് ഞാൻ. ആ ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യാതെ പോലും ഇരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് മോണിറ്റൈസേഷനായി. എനിക്കിപ്പോഴും സത്യത്തിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുവാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്കിനി ഞാൻ അടുത്ത ഏണിങ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഇടും. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പം തുടർന്നും നല്ല വീഡിയോസുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പം അതുവരെ ടാറ്റാ.